ഞങ്ങൾ രണ്ടുപേരും കൂടി ചേട്ടനെ കാണുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാം. ഇന്ന് കഴിഞ്ഞ അവിടെ നമ്മൾ ഉണക്ക ചെമ്മീനല്ലേ വെച്ചത്. ഇന്ന് ഞാൻ പച്ച ചെമ്മീനിട്ടുള്ളൊരു കൊഞ്ചുകറിയാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ഈ ടൈപ്പിൽ ഉള്ള കൊഞ്ചുകറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് കൊഞ്ചുകറി? ഇത് അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ വെക്കുന്നവർ അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യണം. അറിഞ്ഞുകൂടാത്തവർ ഈ ടൈപ്പിൽ ഒന്ന് കറി വെച്ച് വേണം. കൊഞ്ച് സൂപ്പറാണ്. എന്നിട്ട് വേണ്ട കൊഞ്ച് ഫ്രൈ ഉണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, വേണ്ട ചോറും കറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്ന കുറേ പേരിട്ടിരുന്നു ഞങ്ങൾക്ക് ഈ കറി അറിയാൻ വെക്കാനെന്നൊക്കെ കേട്ടോ. അപ്പം വെക്കാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ കഴിഞ്ഞ ഉണക്കച്ചെമ്മീൻ്റെ വെച്ചില്ലേ, അത് സൂപ്പറാണ്. ചിലർ പറഞ്ഞ് അടിപൊളി കറിയാണെന്നൊക്കെ കേട്ടോ. അപ്പം ഈ കൊഞ്ചിൻ്റെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറിനിട്ടെ. മക്കളെല്ലാം ചോറ് കഴിച്ച് പോയി. അപ്പം ഭാര്യയും കെട്ടിയോളും മാത്രമേ ഉള്ളൂ. ഞാൻ വീടെടുക്കുന്നതിന് മുന്നേ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടായി വിശക്കുന്നത് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടി ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ചെമ്മീൻ കറി എൻ്റെ സൈഡ് സെക്ഷനാണ്, ഷെഫിയാണ് ചെമ്മീൻ ഫ്രൈയും ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് പോയാലോ. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ചെമ്മീൻ നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. ആ ഒരു വേവിച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചമാങ്ങയും കുറച്ച് മുരിങ്ങയ്ക്കയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൽ ഞാനാണെങ്കിൽ വേറെ കുടംപുളിയോ അല്ലാത്ത പുളി ഒന്നും ഇടുന്നില്ല, അതുപോലെ തക്കാളിയും ഇടുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കറിക്ക് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്ത്, മുരിങ്ങയ്ക്ക മെയിനാണ് കേട്ടോ. അങ്ങനെ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതും ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവണം. അപ്പോൾ ആ ഒരു വേവുന്ന നേരം കൊണ്ട് നമുക്കാണെങ്കിൽ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ ചുമന്നുള്ളി, അതുപോലെ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് മീൻസ് 1/4 ടീസ്പൂണാണ്. പക്ഷേ ഞാൻ എല്ലാത്തിനും കുറച്ച് അധികം എടുക്കും കേട്ടോ. എനിക്കാണെങ്കിലുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ഞാനൊരു 1/4 ടീസ്പൂണ് ഇഞ്ചിയും ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി അരച്ചതിന് ശേഷം നമ്മുടെ ആ വെന്ത് കിടക്കുന്ന ഇതിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം. കൊഞ്ചിന് ഒരുപാട് വേവിക്കുന്ന നല്ലതല്ല കേട്ടോ. ഒരു റബ്ബർ പോലെ ആവും. അപ്പോൾ നമുക്കൊരു പിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വേണം. അങ്ങനെ അതിനുശേഷം ഞാനാണെങ്കിൽ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം ഇട്ട് വഴറ്റി നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷെഫിയോട് കറി എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം കേട്ടോ. ഷെഫിയുടെ ഓൾറെഡി ചെമ്മീൻ ഫ്രൈ എല്ലാം റെഡിയാക്കി വെച്ചത്. ഇപ്പോൾ എൻ്റെ കറിയുടെ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പം മക്കൾക്കും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അധികം സ്പൈസി ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.